ഒരു തെറ്റായ ഒരു കാര്യം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി തങ്ങൾ പറയുമ്പോ, പെങ്ങളെ സ്വർഗം വേണോ മോളെ? നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്, നീ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറയണം. നീ മരണപ്പെട്ടതിന് ശേഷം നിന്റെ ഭർത്താവ് പറയുകയാ നീ നല്ലവളാ, നീ നല്ലവളാ എന്ന് നിന്റെ ഭർത്താവ് നിന്നെക്കുറിച്ച് സാക്ഷി പറഞ്ഞ വജബതു ലഹുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പെണ്ണേ നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. ഭാര്യ ഭർത്താവിനെ കുറിച്ചും പറയണം, ഭർത്താവ് ഭാര്യയെക്കുറിച്ചും പറയണം. പറയുവോ? എടോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചാടി കയറി ഭാര്യയെ ഒഴിവാക്കുന്നവരുണ്ടല്ലോ. ചാറ്റ് ചെയ്തു, ഫോട്ടോ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, ഒന്ന് കണ്ടു, ഇന്നൊക്കെ കുറ്റമായി കാണുന്നവരുണ്ട്. അത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. ഒന്നും നോക്കാതെ, സത്യം പോലും മനസ്സിലാക്കാതെ ഭാര്യയെ ഒഴിവാക്കുന്നവരുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വന്തമായിട്ട് ഫോണുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് കൈവക്കടോ. കള്ളം പറയാൻ പാടില്ല, തമാശയ്ക്ക് പോലും പൊക്കിക്കേ. ഒന്ന് താഴ്ത്തിക്കേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ ഫോൺ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ? ഇരിക്കുന്ന ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോലും ഇത്രയും ലോക്ക് ഉണ്ടാവില്ല. ഇവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്ന ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെ ഫോണിൽ. നമ്മുടെ ഓരോ ഭർത്താക്കന്മാരുടെ ഫോണിൽ ഇട്ടിരിക്കുന്ന ലോക്ക്, പടച്ചവനെ സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ തുറക്കണമെങ്കിൽ ലോക്ക്, വാട്സപ്പിൽ കയറണമെങ്കിൽ ലോക്ക്, ഗ്യാലറി കയറണമെങ്കിൽ ലോക്ക്. ചിലരുടെ മുഖം നോക്കിയാലേ തുറക്കൂ, ചിലർ കൈ തന്നെ വേണം, വിരൽ തന്നെ വേണം, അല്ലേ? ഭാര്യയുടെ ഫോൺ ഭർത്താവും തൊടാൻ പാടില്ല, ഭർത്താവിൻ്റെ ഫോൺ ഭാര്യയും തൊടാൻ പാടില്ല. എന്തിനാ ഇത്ര ലോക്ക്? എന്തിനാ? അത് തന്നെ നിനക്ക് കാണാൻ പാടില്ലാത്ത ഉള്ളത് കൊണ്ടല്ലേ, നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ നീ ലോക്കിടുന്നത്. നമ്മളെപ്പോഴും പറയുന്നൊരു മറുപടി, ഉസ്താദെ, കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാൻ. പാപ്പ, നിന്നെക്കാളും വലിയ ഫോൺ നിൻ്റെ മക്കടയിലുണ്ട്, പിന്നെന്തിനാ അവർക്ക് നിൻ്റെ ഈ ഫോൺ? നിന്റെ ഇരിക്കണത് പട്ടി എറിയുന്ന ഫോൺ, മക്കളുടെ ഇരിക്കണ തലകണയുടെ അത്രയുള്ള ഫോണാ. ടാബും കൊണ്ടാ മക്കൾ നടക്കുന്നത്. നിന്റെ ഫോൺ ആർക്ക് വേണം? എടാ, ഇന്ന് നമ്മൾ പറയുന്ന മറുപടി. അപ്പൊ ഭാര്യ നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്തേ? എന്തിനാ നീ എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ച്? എന്തിനാ തല്ലുന്ന ഭർത്താക്കന്മാർ? ഭാര്യ ചോദിക്കണം, നിങ്ങൾക്ക് എന്താ എന്നെ സംശയരോഗമാ? എടുക്കാത്ത എന്താ? ഇതാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. ഇതാ സഹോദരങ്ങളെ. എന്നിട്ട് പറയുന്ന സന്തോഷമില്ല, സമാധാനമില്ല. ഇവിടെ ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഭാര്യ ബഹുമാനിക്കാൻ പഠിക്കണം ഭർത്താവ്. ഇന്ന് പെണ്ണുങ്ങൾ, ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുക, എടാ ഇങ്ങെടുക്കടാന്ന്.